എല്ലാവർക്കും നമസ്കാരം. യൂണിവേഴ്സൽ കോളേജിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ജോഗ്രഫിയുടെ ടൈം കാൽക്കുലേഷൻ ആയിരുന്നു. നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ടിപ്സും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് എന്ന് നോക്കിയായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കുറേ പ്രോബ്ലംസ് ആണ്. ഓക്കെ, 4 മിനിറ്റ്സ് എങ്ങനെയാണ് വരുന്നത്, റൊട്ടേഷൻ എത്രയാണ് വരുന്നത്, ലോഞ്ചിറ്റ്യൂഡ്സിൻ്റെ കാര്യം, എപ്പോഴാണ് ടൈം കൂട്ടേണ്ടത് കുറയ്ക്കേണ്ടത് എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് 1 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാനായിട്ട് എത്ര മിനിറ്റ് എടുക്കും? 4 മിനിറ്റ് എടുക്കും. അപ്പോൾ 2 ഡിഗ്രി ആകുമ്പോഴോ ഒന്നും ചെയ്യേണ്ട, 2 × 4 ചെയ്താൽ മതി, 8 മിനിറ്റ്. ഓക്കെ, ഇനി ഇത് വന്നിട്ട് 15 ഡിഗ്രി ആണെങ്കിൽ എത്ര വരും? 15 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 60 മിനിറ്റ്സ്. 60 മിനിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? 1 അവറാണ് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ 30 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൻ്റെ ടൈം എത്ര എടുക്കും നോക്കാം. 30 × 4 എത്രയാണ്? 120 മിനിറ്റ്സ്. ഈ 120 മിനിറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്, എത്ര അവറാണ് എന്ന് നമ്മൾ നോക്കുക. ഓക്കെ, 2 അവറാണെന്ന് അറിയാം. എന്നാലും എങ്ങനെയാണ് സാധാരണ ഇനി വരുന്ന കാൽക്കുലേഷൻസിൻ്റെ അകത്തെല്ലാം ഈ 120 മിനിറ്റ് അല്ലെങ്കിൽ കുറച്ച് വലിയ ഒരു സംഖ്യ വരികയാണെങ്കിൽ മിനിറ്റ് എന്നുള്ള രീതി വരികയാണെങ്കിൽ നമ്മളതിനെ അവറാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അവറാക്കി മാറ്റുന്നത്? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് നോക്കുക, 120 60. അപ്പോൾ എന്താണ് വരുന്നത്? ഇവിടെ 0. അപ്പം ഇനി വരുന്ന കണക്കിൻ്റെ അകത്തെല്ലാം നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാനുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കോഷ്യൻ്റ് ആയിട്ട് കിട്ടുന്നത് മണിക്കൂറായിരിക്കും, റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത് എന്തായിരിക്കും? മിനിറ്റ്സ് ആയിരിക്കും. എന്താണ് കോഷ്യൻ്റ് ആയിട്ട് കിട്ടുന്നത്? അവറായിരിക്കും. ആൻസർ ആയിട്ട് കിട്ടുന്നത് അവറായിരിക്കും, മണിക്കൂറായിരിക്കും. റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത് എന്തായിരിക്കും? മിനിറ്റ് ആയിരിക്കും. സോ ഇതിനെ നമ്മൾ എങ്ങനെയാണ്? 2 അവർ 0 മിനിറ്റ് ആണ്. സോ നമ്മൾ 0 മിനിറ്റിനെ ഉപയോഗിക്കുന്നുണ്ട് ഇല്ല, 2 അവറാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 അവർ. ഇനി മുൻപോട്ടാണെങ്കിലും ഇതേ മെത്തേഡിലാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പം ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് 15ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കുറേ ലോഞ്ചിറ്റ്യൂഡ്സ് ആണ് വരുന്നതെങ്കിൽ ഇപ്പം നമ്മളിവിടെ ഒരു ട്രെൻഡ് കണ്ടല്ലോ. 15 ആണ് 1 അവർ, 30 ആണ് 2 അവർ, ഇനിയും 3 അവർ വരും, 4 അവർ വരും. അങ്ങനെ ഒരു ട്രെൻഡിൽ അല്ലെങ്കിൽ ഒരു പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം? ഓക്കെ, ഇതേ മെത്തേഡിൽ ചെയ്യാം. പക്ഷേ ഇപ്പം 15ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ 15ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൂടെ പഠിച്ച് ഇനി ഒരു ബേർഡനായിട്ട് വരാതിരിക്കാൻ എങ്ങനെയാണ് അത് വരുന്നത്? 15ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണെങ്കിൽ എങ്ങനെയാ? 5 0 5 0 5 0 5 ഇങ്ങനെ ആണ് വൺസിൻ്റെ പ്ലേസ് വരിക. ഓക്കെ, അതിനുശേഷം 1 2 ഇല്ല, 3 4 5 ഇല്ല, 6 7 8 ഇല്ല, 9 10 11 ഇല്ല, 12 13. അപ്പോൾ ഇവിടെ എന്താ? 0 5. ഓക്കെ, ഇതാണ്. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതേ ഒരു പാറ്റേണിലായിരിക്കും, ഇതേ ഒരു ട്രെൻഡിലായിരിക്കും എന്നാണ് 15ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഇതേ ഒരു മെത്തേഡിലെ 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലുള്ള ലോക്കൽ ടൈം കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ 15 × 4 വെച്ച് 1 അവർ എന്ന് പറഞ്ഞാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം 45ൻ്റെ വരുവാണെങ്കിൽ എങ്ങനെയാണ്? 45 × 4 അതിനുശേഷം പിന്നെയും അവറിലേക്ക് മാറ്റണം. പക്ഷേ ഇവിടെ ഉള്ള ട്രെൻഡ് എന്ന് പറയുന്നത് 1 2 3 4 5 6 7 8 9. ഓക്കെ, ഈ ഒരു അവർ ആയിരിക്കും വരുന്നത്. 1 അവർ 2 അവർ 3 അവർ 4 അവർ 5 അവർ
ഓക്കെ, ഈ ഒരു പാറ്റേണിലായിരിക്കും കാര്യങ്ങൾ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഈ ഒരു രീതിയിൽ ഈ ഒരു സംഖ്യകളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഓർത്തിരിക്കാനാണ് പറഞ്ഞത്. ഈ ട്രെൻഡ് മനസ്സിലായല്ലോ. 5050 ഫസ്റ്റ് കൊടുക്കുക, 1 2 ഇല്ല 3 4 5 ഇല്ല 6 എന്ന് പറഞ്ഞു പോകുക. അപ്പം ഓക്കെ, നമുക്ക് നോക്കാം. ഇത് വെച്ചിട്ട് ഒരു കണക്ക് വരികയാണെങ്കിൽ ഇത് 0 ഡിഗ്രി, 15 ഡിഗ്രി ഈസ്റ്റ്, ഒരെണ്ണം എടുക്കാം 45 ഡിഗ്രി വെസ്റ്റ്, 60 ഡിഗ്രി ഈസ്റ്റ്, 75 ഡിഗ്രി വെസ്റ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യന്. ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇപ്പം 0 ഡിഗ്രിയിൽ 2 PM ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 0 ഡിഗ്രിയിൽ 2 PM 2 മണിയാണെന്നുണ്ടെങ്കിൽ 15 ഡിഗ്രി ഈസ്റ്റിൽ, 60 ഡിഗ്രി ഈസ്റ്റിൽ, 45 ഡിഗ്രി വെസ്റ്റിൽ, 75 ഡിഗ്രി വെസ്റ്റിൽ എത്ര ആയിരിക്കും സമയം എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കണക്ക് ചെയ്തായിരുന്നു, അതേപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. ഇതിനിപ്പോൾ ഇവിടെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡുണ്ട്. അപ്പം 2 PM 2 മണി 0 ഡിഗ്രിയിൽ 2 മണി ആണെങ്കിൽ 15 ഡിഗ്രിയിൽ എത്ര ആണ്? അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? 15 × 4 എത്ര മണിക്കൂറാണ് എന്ന് നോക്കുന്നു. അപ്പം 1 ഹവറാണ്. അപ്പം 2 മണിയൊന്ന് 1 മണിയും കൂടെ എന്ത് ചെയ്യണം? 1 മണിക്കൂർ കൂടെ കൂട്ടണം. അപ്പോൾ ഈസ്റ്റ് ആകുമ്പോൾ എന്തായിരുന്നു? കൂടുകയാണ് സമയം. വെസ്റ്റ് ആണെങ്കിൽ കുറയുകയാണ് സമയം അല്ലേ? അപ്പോൾ 2 PM 15 ഡിഗ്രി ഈസ്റ്റ് ആണെങ്കിൽ 1 അവർ കൂടുക. അപ്പോൾ 2 1 അവറോട് കൂടുമ്പോൾ 3 അല്ലേ? 60 ഡിഗ്രി വരുമ്പോൾ എത്രയാണ്? 4 മണിക്കൂറാണ് വരുന്നത്. അപ്പോൾ ഈ 4 മണിക്കൂറോട് എന്ത് ചെയ്യണം? ഈ 2 മണിയുടെ കൂടെ കൂട്ടണം. അപ്പോൾ എത്രയാണ്? 6 അല്ലേ? അല്ലെങ്കിൽ 2 3 4 5 6 ഇങ്ങനെ കയ്യിൽ കൂട്ടിയാലും കുഴപ്പമില്ല. 6. അപ്പം നോക്കുക, PM ആണോ? അപ്പം 2 മണിയിൽ നിന്ന് മുന്നോട്ടാണ് പോയിരിക്കുന്നത്. സോ എത്ര ആയിരിക്കും? ഉച്ചയ്ക്ക് 2 മണിയായിരുന്നു, അപ്പം ഉച്ചയ്ക്ക് 3 മണി, ഇത് വൈകിട്ട് 6 മണി അല്ലേ? ഓക്കെ, ഇനി 0 ഡിഗ്രി, ഇനി 45 ഡിഗ്രി വെസ്റ്റിൽ എത്ര ആണെന്ന് നോക്കാം. ഓക്കെ, 45 ഡിഗ്രി വരുമ്പോൾ എത്രയാണ്? 3 മണിക്കൂറാണ് അല്ലേ? അപ്പം ഈ 3 മണിക്കൂറിൻ്റെ എന്ത് ചെയ്യണം? ഈ 2 PMൻ്റെ കൂടെ എന്ത് ചെയ്യണം? കുറയ്ക്കുവാണ് വേണ്ടത് അല്ലേ? അപ്പം 2 മണിയിൽ നിന്ന് നമുക്ക് 3 മണിക്കൂർ കുറയ്ക്കണം. ഒന്ന് നോക്കിയേ, 1 പിന്നെ എത്രയാണ്? 12 11 അല്ലേ? 2 മണിയായിരുന്നു, അപ്പം 1 മണി 12 മണി 11 മണി. ഓക്കെ, 11. അതിനുശേഷം 75 ഡിഗ്രി ആകുമ്പോൾ എത്രയാണ്? 5 മണിക്കൂറാണ് അവിടുത്തെ ടൈം എന്ന് പറയുന്നത്, റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം. അതിൻ്റെ കൂടെ എന്താണ്? 2 മണിയിൽ നിന്ന് ഈ 5 മണിക്കൂർ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഓക്കെ, അപ്പം 1 12 11 10 9 അല്ലേ? 9 മണി. ഇനി നോക്കിയേ, 2 മണി ഉച്ചയ്ക്ക് 2 മണി ആയിരുന്നു അല്ലേ? അപ്പം പുറകിലേക്ക് പോകുമ്പോൾ 11 മണി എന്ന് പറയുമ്പോൾ എന്താണ്? രാവിലെ ഉള്ള 11 മണിയാണ്. സോ അപ്പോൾ എത്രയാണ്? AM ആണ് വരുന്നത്. 9 മണി എത്രയാണ്? AM ആണ് വരുന്നത്. അപ്പം ഈ PM-ഉം AM-ഉം മിസ്റ്റേക്ക് പറ്റരുത്, ഓർത്ത് നോക്കുക. ഇപ്പം PM ഇവിടെ ഉച്ചയായിരുന്നു. സോ ഉച്ചയിൽ നിന്ന് മുൻപോട്ട് പോകുമ്പോൾ എന്താണ്? ആ 3 മണി ഉച്ചയ്ക്ക് 3 മണി തന്നെയാണ്. സോ അതുകൊണ്ട് PM ആണ്. അതിനുശേഷം ബാക്കിലേക്ക് വരുന്ന ഉടനെ ഉച്ചയ്ക്ക് മുൻപുള്ള സമയമാണ്. അപ്പോൾ ഏതാണ്? AM ആണ്. ഈ AM-ഉം PM-ഉം പലർക്കും തെറ്റും. ഈ ഒരു AM-ഉം PM-ഉം തെറ്റിക്കഴിഞ്ഞാൽ മാർക്ക് കിട്ടത്തില്ല. ഉത്തരം 11 ആണ് എഴുതുന്നതെങ്കിലും 11 PM എന്ന് എഴുതി കഴിഞ്ഞാൽ മിസ്റ്റേക്കാണ്, തെറ്റാണ്, മാർക്ക് കിട്ടത്തില്ല. സോ ഓർക്കുക, പുറയിലേക്ക് വരുന്ന ഉടനെ ഉച്ചയായിരുന്നു, അപ്പോൾ ഇത് AM ആയിട്ട് മാറി 9 AM. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കണക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇതിന് മാത്രമേ 15ൻ്റെ ഈ ഒരു ഇതിന് മാത്രമേ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി എല്ലാത്തിനും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ഓക്കെ, നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെ ഒരു കണക്ക് വരും. അപ്പം പരീക്ഷയ്ക്കൊക്കെ 6 മാർക്സിനൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നല്ല വെയിറ്റേജ് ഉള്ള ഭാഗമാണ് ഇത്. ഓക്കെ, ഇത് ചിലർക്കൊക്കെ ബുദ്ധിമുട്ടാണ്, പക്ഷെ നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് തിയറി ഒന്നും പഠിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇവിടെ നിന്നൊക്കെ നല്ലതായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ദ ടൈം അറ്റ് 86 degree west if the time at prime meridian is 12 p.m. Also calculate the time in Malaysia 110 degree east. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിന് ശേഷം എന്ത് ചെയ്യണം? ഇതിപ്പം നമുക്ക് ഫിഗറായിട്ട് അല്ലെങ്കിൽ ഫിഗറായിട്ടൊന്ന് മാറ്റി എഴുതുക. ഗിവൺ ഡേറ്റ, സാധാരണ കണക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, ഗിവൺ ഡേറ്റ എടുത്തെഴുതുക. ഗിവൺ ഡേറ്റ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഒരു 86 ഡിഗ്രി വെസ്റ്റ് ഉണ്ട്, ടൈം അറ്റ് പ്രൈം മെറിഡിയൻ 12 PM ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രൈം മെറിഡിയനിൽ 12 മണിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, എന്താണ്? ഗ്രീൻവിഷ് ലൈൻ ആണെങ്കിൽ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗ്രീൻവിഷ് മെറിഡിയൻ അല്ലെങ്കിൽ പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കപ്പം ഒന്ന് വരച്ച് നോക്കാം. 0 ഡിഗ്രിയിൽ 12 മണി. ഓക്കെ, പിന്നെ നമുക്കുണ്ട് 86 ഡിഗ്രി വെസ്റ്റ്. അപ്പോൾ ഇവിടെ ഒരു 86 ഡിഗ്രി വെസ്റ്റ്. അതിനുശേഷം കാൽക്കുലേറ്റ് ടൈം ഇൻ മലേഷ്യ 110 ഡിഗ്രി ഈസ്റ്റ്. അല്ലേ? അപ്പോൾ ഇവിടെ 110 ഡിഗ്രി ഈസ്റ്റ്. ഈസ്റ്റിലുള്ള ലോഞ്ചിറ്റ്യൂഡ് ഇവിടെ എഴുതി, വെസ്റ്റിലുള്ള ലോഞ്ചിറ്റ്യൂഡ് ഇവിടെ എഴുതി. 86 ഡിഗ്രി വെസ്റ്റിലുള്ളത് തന്നിട്ടുണ്ട്. ദെൻ 12 PM 0 ഡിഗ്രിയിൽ, ദെൻ 110 ഡിഗ്രി ഈസ്റ്റിലേക്ക്. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്തത് ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് നോക്കിയിട്ട് ഇത് ഫിഗറായിട്ട് നമ്മൾ മാറ്റി ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റിന് വെസ്റ്റ്, ഈസ്റ്റ്. അപ്പം വെസ്റ്റ് ആണെങ്കിൽ എന്താണ്? സമയം കുറയുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഈസ്റ്റ് ആണെങ്കിൽ സമയം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റിലെടുക്കാം 110 ഡിഗ്രി എടുക്കാം. അപ്പോൾ 110 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം എത്രയാണ്? എങ്ങനെയാണ് ചെയ്യുന്നത്? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ചെയ്തിരുന്നു. ഇൻറ്റു 4 എത്ര വരും? ഇത്രയുമാണ് വരുന്നത്, അല്ലേ? അപ്പം 440 മിനിറ്റ്. ഇത് ഇങ്ങനെയായിട്ട് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? 60 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? ഓക്കെ, അപ്പം ഈ കണക്കുകളൊക്കെ ചെയ്യുമ്പോൾ 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും 60ന്റെ ആണ് വേണ്ടത്. പിന്നെ നമുക്കൊരു 0 ഇട്ട് കൊടുത്താൽ മതിയല്ലോ. 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും ഓർത്ത് വയ്ക്കുക. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ എങ്ങനെയായിരുന്നു? ഇങ്ങനെ ചെയ്ത് കഴിയുന്ന ഉടനെ കോഷ്യന്റ് എന്ന് പറയുന്നത് എന്താണ്? അവറും റിമൈൻഡർ എന്ന് പറയുന്നത് എന്താണ്? മിനിറ്റ്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് വരുന്നത്? 7 hour 20 minutes. ഓക്കെ, 7 hour 20 minutes ആണ് നമുക്ക് വരുന്നത്. ഏതാണ്? ഈ 440 ആണ് നമ്മൾ കൺവേർട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്, അല്ലേ? അതിനുശേഷം നോക്കുക, ഈ ഇത്രയും ഇതുകൊണ്ട് നമുക്ക് ആൻസർ ആയോ? ഇല്ല. എത്ര റൊട്ടേഷൻ ആണ് ഈ ഒരു പെർട്ടിക്കുലർ ലോഞ്ചിറ്റ്യൂഡിൽ വരുന്നത് എന്നേ നമ്മൾ കണ്ടുപിടിച്ചുള്ളൂ. ഇതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മുടെ 12 PM 0 ഡിഗ്രിയിലുള്ള നമ്മുടെ ബേസ് ലൈനിലുള്ള ഈ ഒരു ടൈം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ടൈമിനെ വെച്ച് നോക്കുമ്പോൾ 110 ഡിഗ്രിയിൽ എത്ര ആണ് എന്ന് നമ്മൾ പറയണം. അപ്പോൾ 7 hour 20 minutes ആയിരുന്നു. അപ്പോൾ 12 നിന്ന് 7 മണിക്കൂർ 20 മിനിറ്റൂടെ കൂട്ടുക. അത് പ്രത്യേകിച്ച് കൂട്ടാനൊന്നും ഇല്ല. 7 മണിക്കൂർ 20 മിനിറ്റ്. അപ്പം 12 മണി 1 2 3 4 5 6 7 7 മണി 20 മിനിറ്റ് ആണ് വരുന്നത്. അപ്പം 7:20 AM ആണോ PM ആണോ? ഇത് എത്ര ആയിരുന്നു? 12 PM എന്ന് പറയുന്നത്. അതിനുശേഷം വരുമ്പോൾ എത്രയാണ്? 7:20 PM ആണ് വരുന്നത്.
ഓക്കെ, ഉച്ചയ്ക്ക് 12 മണിയായിരുന്നു. അപ്പം ഇത് രാത്രി 7:20. ഓക്കെ, അപ്പം ഈസ്റ്റിലേത് നമ്മൾ എന്താണ് സമയം കൂട്ടുകയാണ് ചെയ്തത്. അപ്പം നെക്സ്റ്റ് എടുക്കുക 86 ഡിഗ്രിയാണ് എടുക്കുന്നത്. അപ്പോൾ 86 ഡിഗ്രി റൊട്ടേഷൻ എങ്ങനെയാണ്, ആ ലോഞ്ചിറ്റ്യൂഡിൽ എത്ര സമയം എടുക്കും? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 86 ഇൻറ്റു 344 അല്ലേ? 344 മിനിറ്റ് ആണ് വരുന്നത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. ഓർത്തിരിക്കും, വലിയ വലിയ സംഖ്യ ഉപയോഗിക്കത്തില്ല. നമ്മൾ വാച്ചിലെ തന്നെ സമയം പോലെ 12 കഴിഞ്ഞ് എത്രയാണ് 1 2 3 അല്ല 13 14 നമ്മൾ ഒരാളോട് പറയത്തില്ല. സോ അതുപോലെ തന്നെ നമ്മൾ മണിക്കൂർ ആക്കി കൺവേർട്ട് ചെയ്യണം. 60 അപ്പം ഇവിടെ ഏതാണ് വരുന്നത്? കോഷ്യന്റ് എന്ന് പറയുന്നത് അവറും 44 എന്ന് പറയുന്ന റിമൈൻഡർ എന്ന് പറയുന്ന എന്താണ് മിനിറ്റ് ആണ്. അപ്പൊ എത്ര വരും? 5 മണിക്കൂർ 44 മിനിറ്റ്. ഓക്കെ, 5 മണിക്കൂർ 44 മിനിറ്റ്. ഉത്തരം കിട്ടിയോ? ഇല്ല. അപ്പം ഇതിനെ ഇനി നമ്മൾ 12 മണിയിൽ നിന്ന് എന്ത് ചെയ്യണം? കുറയ്ക്കണം അല്ലേ? 12 മണിയിൽ നിന്ന് 5 മണിക്കൂർ കുറച്ച്, ഫസ്റ്റിൽ 5 മണിക്കൂർ കുറച്ച് നോക്കാം. എത്ര വരും? 11 10 9 8 7. അപ്പം 5 മണിക്കൂർ കുറച്ചപ്പോൾ എത്രയാണ്? 7 മണിയായി. അപ്പം ഈ 7 മണി 44 മിനിറ്റ് ആണോ? അല്ല, അതും തെറ്റാണ്. അവിടെ മിസ്റ്റേക്ക് വരരുത്. 7 മണി കഴിഞ്ഞിട്ട് നമ്മൾ പുറകിലേക്കാണ് വരുന്നത്. എങ്ങനെയാണ്? 44 മിനിറ്റ് കൂടെ കുറയ്ക്കണം. 5 hour 44 മിനിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 7 മണിയാണ് 5 മണിക്കൂർ ബാക്കിലേക്ക് വരുമ്പോൾ ഇനി ഈ 7 മണിയിൽ നിന്ന് എത്രയാണ്? 44 മിനിറ്റ് കൂടെ കുറയ്ക്കണം. എങ്ങനെ 7 മണിയിൽ നിന്ന് 44 മിനിറ്റ് കുറയ്ക്കും? 60ൽ നിന്ന് 44 മിനിറ്റ് അങ്ങ് കുറച്ചാൽ മതി. എന്താണ് 60 മിനിറ്റ് എന്നുള്ളത് വെച്ചിട്ട് 44 മിനിറ്റ് കുറച്ചാൽ മതി. എത്ര വരും? 16 വരുമല്ലേ? ഓക്കെ, അപ്പം 7 മണിയിൽ നിന്ന് കുറച്ചപ്പോൾ നമുക്ക് എത്രയാണ്? 6 മണിയായി. അത് മറക്കരുത്. 7 മണിയിൽ നിന്നാണ് കുറയ്ക്കുന്നത്. 7 മണിയിൽ നിന്ന് കുറച്ച് വരുമ്പം 6 മണി 16 മിനിറ്റ് ആണ് വരുന്നത്. മിസ്റ്റേക്ക് വരരുത്. 5 മണിക്കൂർ 44 മിനിറ്റ് എന്ന് പറയുമ്പോൾ ബാക്കിലോട്ടാണ് വരുന്നത്. 5 മണിക്കൂർ കുറയ്ക്കുമ്പോഴത്തേന് 7 ആകും. അതിനുശേഷം അതിൽ നിന്ന് ബാക്കിലേക്ക് വരുമ്പോൾ 44 മിനിറ്റ് കൂടെ കുറയ്ക്കണം. അപ്പം 7 മണിയിൽ നിന്ന് പിന്നെയും 44 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 6 മണിയായി. അപ്പോൾ 6 മണി എത്രയോ മിനിറ്റ്, ആ മിനിറ്റൂടെ നമ്മൾ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 16. 6 മണി 16 മിനിറ്റ് ആണ് വരുന്നത്. 6:16. ഇത് എത്ര ആയിരുന്നു? ഉച്ചയ്ക്ക് 12 മണിയായിരുന്നു. അപ്പം ബാക്കിലോട്ട് പോകുമ്പം എന്തായിരിക്കും വരുന്നത്? ഉച്ചയ്ക്ക് 12 മണിയായിരുന്നു. സോ ബാക്കിലേക്ക് വരുമ്പം 6:16 എന്ന് പറയുമ്പോൾ ഏതാണ്? രാവിലെയാണ്. അതുകൊണ്ട് AM ആയിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് സാധാരണയായിട്ട് മിസ്റ്റേക്ക് വരുമ്പോൾ AM ഉം PM ഉം മിസ്റ്റേക്ക് വരരുത്. പിന്നെ ബാക്കിലേക്ക് കുറയ്ക്കുന്ന സമയത്ത് ഫ്രണ്ടിലോട്ട് കൂട്ടുമ്പോൾ വലിയ പ്രശ്നം നമുക്ക് വരാറില്ല. ബാക്കിലേക്ക് കുറയ്ക്കുന്ന സമയത്ത് എന്ത് പറ്റും? ഈ ഒരു മിസ്റ്റേക്ക് സാധാരണ എല്ലാവർക്കും പറ്റാറുണ്ട്. അത് വരാതിരിക്കുക. ബാക്കിലോട്ട് മിനിറ്റ്സ് കൂടെ കുറച്ച് തന്നെ വേണം പോകാൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളിപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് ലോഞ്ചിറ്റ്യൂഡ്സ് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ എത്ര സമയമായി എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വരും. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളതാണ്. ഇതൊരു വേറൊരു രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വിൽ ബി ദ ടൈം ഇൻ ജപ്പാൻ? എത്രയാണ് ലോഞ്ചിറ്റ്യൂഡ് നമുക്ക് തന്നിട്ടുണ്ട്. when it is 11 PM on Monday in India. ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്നത് ഗിവൺ ഡേറ്റ എന്താണ്? ഗിവൺ ഡേറ്റ എന്ന് പറയുന്നത് ജപ്പാൻ്റെ എന്ത് തന്നിട്ടുണ്ട്? ലോഞ്ചിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. 135 ഡിഗ്രി ഈസ്റ്റ്. വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? വേറെ ഒന്നും തന്നിട്ടില്ല. ഒരു സമയം തന്നിട്ടുണ്ട്. പിന്നെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ നമുക്ക് പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോഞ്ചിറ്റ്യൂഡ് എത്രയാണ്?
82 ഡിഗ്രി 82.5 ഡിഗ്രി ആയിരുന്നു ഈസ്റ്റ് ആയിരുന്നു ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് മെറിഡിയൻ ആയിട്ട് പറഞ്ഞിരുന്നത് ഇതാണ്. അപ്പം നമ്മൾ എന്തെടുക്കുന്നു, ഇതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടാകുമെന്നില്ല. സോ അപ്പം നമുക്ക് അറിഞ്ഞിരിക്കണം ഇന്ത്യയുടെ എത്ര ആണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം അതും നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ 82 ഡിഗ്രി 30 മിനിറ്റ്സ് അല്ലേ, 82 ഡിഗ്രി 30 മിനിറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കി നമ്മുടെ 0 ഡിഗ്രി ഉണ്ടോ, ഇല്ല. 0 ഡിഗ്രി എന്ന് പറയുന്നത് എവിടെയാണ്, ഇവിടെയാണ് വരിക. ഓക്കെ, 0 ഡിഗ്രി ഇവിടെയാണ് വരിക. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മൾ ഈ കണക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻഡ് കണ്ടുപിടിക്കുക. ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യാപ്തി കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കും? ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻഡ് അഥവാ ഡിഫറൻസ്. ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക 135 ഡിഗ്രി മൈനസ് 82 ഡിഗ്രി 30 മിനിറ്റ്സ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നോക്കുക, നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ എന്താണ്, എല്ലാം സെയിം യൂണിറ്റ്സിൽ തന്നെ വേണം. അപ്പോൾ ഇവിടെ നമ്മൾ 135 ഡിഗ്രി ഉണ്ട്, 82 ഡിഗ്രി ഉണ്ട്. പക്ഷെ ഇവിടെ എന്താണുള്ളത്, 30 മിനിറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ 30 മിനിറ്റ്സിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് എന്താക്കണം, ഡിഗ്രി ആക്കി മാറ്റണം, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തെറ്റിപ്പോ. ഓക്കെ, ഡിഗ്രി ആക്കി മാറ്റുക. ഡിഗ്രി ആക്കി മാറ്റുമ്പോൾ എന്താണ്, 30/60 ആണ്. അപ്പോൾ 1 ഡിഗ്രി എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. അത് ഓർത്തിരിക്കേണ്ടവർക്ക് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ ഇത്ര ഓർത്തിരുന്നാൽ മതി. 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്, ചെയ്ത് നോക്കുക. 0.5 ആണ്. വരുന്നത് 0.5 ആണ് വരുന്നത്. ഓക്കെ, $82.5 ഡിഗ്രി. ഓക്കെ, അപ്പം 30 മിനിറ്റ്സിനെ നമ്മൾ എന്താക്കി മാറ്റി, ടോട്ടലി കംപ്ലീറ്റ്ലി അത് ഡിഗ്രി ആക്കി മാറ്റി. ഇനി ഇതിനെ ഒന്ന് മൈനസ് ചെയ്ത് നോക്കുക. $52.5 ആണ് നമുക്ക് ഇത് ചെയ്ത് മൈനസ് ചെയ്ത് വരുമ്പം കിട്ടുന്നത്. 52.5 ഡിഗ്രി. ഇതെന്ന് പറയുന്നത് എത്ര ആണ്, 52 ഡിഗ്രി 30 മിനിറ്റ്സ്. അത് ഓർത്ത് വെക്കുക. 52 ഡിഗ്രി 30 മിനിറ്റ്സ് ആണ് 52.5 എന്നത്. ഓക്കെ, നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻഡ് കിട്ടി. ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പഴയ പോലെ തന്നെ എന്ത് ചെയ്യണം, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ 52.5 ഇൻറ്റു 4. $208 പ്ലസ് എത്രയാണ് വരുന്നത്, 2 അല്ലേ. 210 എന്താണ്, മിനിറ്റ്സ് ആണ്. ഇതിനെ എന്ത് ചെയ്യണം, 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ, അവറാക്കി മാറ്റണം. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ്, 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 അവർ 30 മിനിറ്റ് അല്ലേ. കോഷ്യൻ്റ് അവറായിട്ട് റിമൈൻഡർ മിനിറ്റ് ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നു. നമുക്ക് എത്ര കിട്ടുന്നു, 3 അവർ 30 മിനിറ്റ് കിട്ടുന്നു. എന്നിട്ടും ആൻസർ കിട്ടിയോ, ഇല്ല. നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ എത്രയാണ്, 11
PM ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് സമയം കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 11 മണിയിൽ നിന്ന് 3 മണിക്കൂർ കൂട്ടുക. അപ്പം എത്രയാണ്? 12, 1, 2 2 മണി, അതിനുശേഷം 30 മിനിറ്റോട് 2:30 അല്ലേ? അപ്പം 2:30 ആണ് വരുന്നത്. അപ്പം എത്ര ആണ്? AM ആണോ PM ആണോ എന്താണ് എന്ന് നോക്കുക. 11 PM എന്ന് പറയുമ്പോൾ എത്രയാണ്? രാത്രി 11 മണിയാണ് വരുന്നത്. അപ്പോൾ രാത്രി 11 മണിയിൽ നിന്ന് ഫ്രണ്ടിലേക്ക് പോകുക, അല്ലെങ്കിൽ സമയം കൂട്ടുക. അപ്പം കൂട്ടുന്ന ഉടനെ എന്താണ് വരുന്നത്? പകലാണ്, അല്ലെങ്കിൽ വെളുപ്പിനെ 2:30 വരുന്നത്. അപ്പം ഏതാണ് വരുന്നത്? AM ആണ് വരുന്നത്. ഓക്കെ, AM ആണ് വരുന്നത്, അത് തെറ്റിക്കരുത്. അതിനുശേഷം മൺഡേ ആണ് ഇന്ത്യയിലെന്ന് പറയുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം മൺഡേ ആയിരുന്നു ഇവിടെ. ഇതിപ്പം എന്താണ്? രാവിലെ വെളുപ്പിനെ 2:30 എന്താണ് ജപ്പാനിൽ വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് എന്താണ് അത് ട്യൂസ്ഡേ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഇല്ല. അപ്പോൾ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്തത്? ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻഡ് എടുത്തു. അത് ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻഡിൻ്റെ അകത്തൊരു വ്യത്യാസം വന്നത് 30 മിനിറ്റ്സിനെ ഡിഗ്രി ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതിനുശേഷം 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 60 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അതിനുശേഷം ഇതുമായിട്ട് കൂട്ടി. ഇപ്പോൾ 2:30 നമുക്ക് ആൻസർ കിട്ടി. ഈ യൂണിറ്റ്സ് AM ആണോ PM ആണോ എന്ന് നോക്കുക, ട്യൂസ്ഡേ എന്നുള്ളത് എഴുതി വെക്കുക. ഓക്കെ, ഇതിനെ നമുക്ക് വേണമെങ്കിൽ വേറൊരു ലോജിക്ക് നമ്മുടെ ടെക്സ്റ്റിൻ്റെ അകത്ത് ഈ ഒരു മെത്തേഡിലാണ് ചെയ്തു പോയേക്കുന്നത്. വേണമെങ്കിൽ ഒരു കാര്യം, ഇപ്പം ഇത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് നോക്കുക, ഇവിടെ 0 ഡിഗ്രി, ഓക്കെ, 0 ഡിഗ്രി കൺസിഡർ ചെയ്തുകൊണ്ട് ഈ കണക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്, ഇങ്ങനെയാണ് ഈ മെത്തേഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ലോജിക്ക് വെച്ച് ചെയ്യുകയാണെങ്കിൽ 0 ഡിഗ്രി വെച്ച് കൺസിഡർ ചെയ്ത് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാൻ പറ്റും? നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ ജസ്റ്റ് പറയാം. ഇപ്പം ആകെ തന്നിരുന്നത് ഇത് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ അല്ലേ? അപ്പം 82 ഡിഗ്രി 30 മിനിറ്റ്സിൽ എത്ര ആണ് സമയം വരുന്നത് എന്ന് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്ത് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കണം, എന്താണ്? ഈ 82.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരും. അപ്പോൾ നമുക്കൊരു ടൈം കിട്ടും. ആ ടൈം കിട്ടിയിട്ട് ആ ടൈം നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ കുറയ്ക്കണം. കാരണം 0 ഡിഗ്രിയിൽ നിന്നാണെങ്കിൽ എങ്ങനെയാണ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഉടനെ ഈ ഒരു ടൈമിൽ നിന്ന് 11 മണിയിൽ നിന്ന് നമ്മളത് കുറയ്ക്കണം. ഇവിടെ കിട്ടുന്ന മണിക്കൂർ, ഓക്കെ, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറിന് എന്ത് ചെയ്യണം? ഈ ഒരു സമയം കൊണ്ട് കുറയ്ക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പർട്ടിക്കുലർ ആൻസർ കിട്ടും. ഓക്കെ, ഇവിടെ ഒരു ആൻസർ കിട്ടും. ഈ ആൻസറിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഈ 135നെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ കിട്ടും. ഇതിൽ നിന്ന് ഈ ആൻസർ എന്ത് ചെയ്താൽ മതി? ഈ മണിക്കൂർ കൂട്ടിയാൽ മതി. അപ്പം ഈ ആൻസർ കിട്ടും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. സെയിം, രണ്ടും ഒരേ ആൻസർ തന്നെയാണ് കിട്ടുന്നത്. അപ്പം ബുദ്ധിമുട്ടുള്ളവർ ഈ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻഡ് വെച്ച് ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക? 0 ഡിഗ്രി കൺസിഡർ ചെയ്തിട്ട് സാധാരണ ഇതിന് മുൻപ് നമ്മളൊരു കണക്ക് പഠിച്ചല്ലോ, ആ കണക്ക് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ചെയ്യുക. ആകെ അതിൻ്റെ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? ഈസ്റ്റിലോട്ടാണെങ്കിൽ കൂട്ടുക, വെസ്റ്റിലോട്ടാണെങ്കിൽ കുറയ്ക്കുക. 0 ഡിഗ്രി വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. അത്രയും മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് ഈ മെത്തേഡ് വെച്ച് ചെയ്താലും ആ മെത്തേഡ് വെച്ച് ചെയ്താലും രണ്ടും സെയിം ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇത് ചെയ്ത് വെക്കേണ്ടത്. നമ്മുടെ ടെക്സ്റ്റുകളാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? If the time in Greenland is 3 AM, calculate the time at Greenwich Meridian and the time in Chennai, India. അപ്പോൾ ഗിവൺ ഡേറ്റ എന്താണ്? ചെന്നൈയുടെ 80 ഡിഗ്രി ഈസ്റ്റ്, ഗ്രീൻലൻഡിൻ്റെ 30 ഡിഗ്രി വെസ്റ്റ് എന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഗിവൺ ഡേറ്റ എഴുതുക. ഗിവൺ ഡേറ്റ എങ്ങനെയാണ് എഴുതേണ്ടത്? 80 ഡിഗ്രി ഈസ്റ്റ് തന്നിട്ടുണ്ട്, 30 ഡിഗ്രി വെസ്റ്റ് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഗ്രീൻവിച്ച് മെറിഡിയന്റെ സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താണ്? 0 ഡിഗ്രി. എവിടത്തെയാണ് തന്നിരിക്കുന്നത്? ഗ്രീൻലാൻഡില് 3 മണിയാണ്. അപ്പൊ ഗ്രീൻലാൻഡ് 30 ഡിഗ്രി വെസ്റ്റ്. അപ്പം 3 AM. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? ഓക്കെ, സിമ്പിളായിട്ട് മുമ്പേ ഉള്ള ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ചെയ്യും? 30 ഡിഗ്രി വെസ്റ്റ് ആണ്, 80 ഡിഗ്രി ഈസ്റ്റ് ആണ്. 30 വരുമ്പോൾ എത്ര സമയമാണ് വരുന്നത്? ആ മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ ഒന്നുകൂടെ നോക്കുക. 30 വരുമ്പോൾ എന്താണ്? 30 × 4 120. എത്രയാണ്? 2 മണിക്കൂർ. അത് നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് വരുന്നതെന്ന്. ഇതെന്ന് പറയുന്നത് 2 അവർ ആണ് വരുന്നത്. ഓക്കെ, അപ്പം 3 AM 0 ഡിഗ്രി വെസ്റ്റ് ആയിരുന്നെങ്കിൽ എന്താണ്? 0 ഡിഗ്രിയിൽ നിന്ന് വെസ്റ്റ് ആയിരുന്നെങ്കിൽ എന്താണ്? നമ്മൾ സമയം കുറയ്ക്കുമായിരുന്നു ചെയ്യേണ്ടത്. അപ്പം ഇനി 0 ഡിഗ്രിയിലേക്ക് മുന്നോട്ട് വരികയാണ്. 0 ഡിഗ്രിയുടെ ടൈം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? 3 AM നിന്ന് 2 അവർ എന്ത് ചെയ്യണം? കൂട്ടുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ 0 ഡിഗ്രിയിലേക്ക് വരുമ്പോൾ എന്താണ്? കൂട്ടണം. കൂട്ടുമ്പോൾ എത്രയാണ്? 3 4 5 5 AM ആണോ PM ആണോ? 3 AM. രാവിലെ 3 മണിയാണ്. അപ്പം മുന്നോട്ട് പോകുമ്പോൾ എത്രയാണ്? 5 മണി 5 AM തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് നോക്കുക 80. 80യുടെ എങ്ങനെയാണ്? 80 × 4 എത്രയാണ് വരുന്നത്? 320 അല്ലേ? അപ്പം 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 5 മണിക്കൂർ 20 മിനിറ്റ് അല്ലേ? അപ്പം 5 മണിക്കൂർ 20 മിനിറ്റ് ആണ്. അപ്പം നമുക്ക് 5 മണിയിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 5 മണിക്കൂർ 20 മിനിറ്റ് എവിടെ നിന്നാണ് കൂട്ടേണ്ടത്? ഈ ഒരു 3 എടുക്കരുത്, 5 മണിയേ എടുക്കാവുള്ളൂ. കാരണം 0 ഡിഗ്രിയുടെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? നമുക്ക് ഓൾറെഡി സമയം കിട്ടിയിട്ടുണ്ട്. 0 ഡിഗ്രിയാണ് നമ്മുടെ ബേസ് ലൈന്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? 5 മണിയിൽ നിന്നാണ് കൂട്ടേണ്ടത്. 5 മണിയിൽ നിന്ന് 5 അവർ 20 മിനിറ്റ് കൂട്ടുമ്പോൾ എത്രയാണ്? 10 20 അല്ലേ? അപ്പം 5 6 7 8 9 10. 10 20 ആണ് വരുന്നത്. 10 20 എന്താണ് വരുന്നത്? AM ആണ് വരുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ആൻസർ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പം ഇപ്പം നോക്കുക, നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻഡ് വെച്ചിട്ടാണ് ചെയ്തത് അല്ലേ? അപ്പം ഇതിൻ്റെ അകത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്? 0 ഡിഗ്രി ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യും. 0 ഡിഗ്രി ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻഡ് വെച്ച് ചെയ്യുന്ന ഉടനെ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻഡ് എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൻ്റെ അകത്ത് വെസ്റ്റും ഈസ്റ്റും ആണ്. മറ്റേതിൻ്റെ അകത്ത് എന്താണ്? രണ്ടും ഈസ്റ്റ് ആയിരുന്നു. രണ്ടും ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മൈനസ് ചെയ്തു. അപ്പോൾ 2 ഈസ്റ്റും 2 വെസ്റ്റും വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ പ്ലസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റിൽ ഇത് നമ്മൾ പ്ലസ് ചെയ്യുക. പ്ലസ് ചെയ്യുമ്പോൾ 110 എന്നുള്ള ഒരു ആൻസർ കിട്ടും. അപ്പം ഈ ഒരു ഡിഗ്രി നമുക്ക് കിട്ടും. ഈ ഒരു ഡിഗ്രി കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യണം? 4 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം? നമ്മൾ 60 കൊണ്ട് അവറായിട്ട് കൺവേർട്ട് ചെയ്യണം. ബാക്കി കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെ പോലെ തന്നെ ചെയ്യണം. ഈ 3 AM നിന്നാണ് നമ്മൾ കൺസിഡർ ചെയ്ത് മുൻപോട്ടേക്ക് കൂട്ടുന്നത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. 0 ഡിഗ്രി വെച്ച് വേണമെങ്കിലും ചെയ്യാം, ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻഡ് വെച്ച് വേണമെങ്കിലും ചെയ്യാം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 മെത്തേഡിൽ വേണമെങ്കിൽ നമുക്ക് ഈ കണക്കെല്ലാം ചെയ്യാം. പക്ഷേ നമ്മൾ എന്താണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. അല്ലെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്ക് ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ ആൻസേഴ്സ് ഫുള്ള് തെറ്റിപ്പോകും, മുഴുവനും തെറ്റിപ്പോകും. അതുകൊണ്ടാണ് പറഞ്ഞത് 0 ഡിഗ്രി വെച്ച് ചെയ്യുന്നതാണ് 0 ഡിഗ്രി ബേസിൽ തന്നെ വെച്ച് അവിടെയുള്ള സമയത്തിന്
മുൻപോട്ടോ പുറകോട്ടോ കുറയ്ക്കത്തക്ക രീതിയിൽ വേണം ചെയ്യാൻ. ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കണം വെസ്റ്റ് ആണോ ഈസ്റ്റ് ആണോ. വെസ്റ്റും ഈസ്റ്റും കൂടിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പ്ലസ് ആണ് ചെയ്യുന്നത്. നമുക്ക് മുമ്പ് എന്താണ് 2 ഈസ്റ്റ് ആയിരുന്നു വന്നിരുന്നത്, ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡുകളാണ് വന്നിരുന്നത്. അതുകൊണ്ട് അത് എന്ത് ചെയ്തു, മൈനസ് ചെയ്തു. അതുകൊണ്ട് ഈ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് തെറ്റിക്കരുത്. ഓക്കെ, അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഒറ്റ സ്റ്റെപ്പേ അവിടെ വ്യത്യാസം വരുന്നുള്ളൂ. നമ്മൾ ആ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻഡ് പ്ലസ്സോ മൈനസോ ചെയ്ത് കണ്ടുപിടിക്കുന്നു. ബാക്കിയെല്ലാം പഴയ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ തന്നെ. എങ്ങനെയാണ് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പം ഈ ഏത് ക്വസ്റ്റ്യൻ വന്നാലും വേണമെങ്കിൽ നമുക്ക് 0 ഡിഗ്രി ഇല്ലാത്തടത്ത് 0 ഡിഗ്രി കൺസിഡർ ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം. 0 ഡിഗ്രി കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിനെ തന്നെ ബേസ് ലൈൻ ആയിട്ട് വെച്ചിട്ട് വേണം ചെയ്യാൻ ശ്രമിക്കാൻ. ഓക്കെ, അല്ലെങ്കിൽ മിസ്റ്റേക്ക് പറ്റും. അപ്പം ഇത്ര ഉള്ളൂ നമ്മുടെ പ്രോബ്ലംസ് എല്ലാം എന്ന് പറയുന്നത്. അപ്പം ഈ പ്രോബ്ലംസിൻ്റെ അകത്ത് ഇപ്പം മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. 6 മീൻസ് 60 ആണ്. അപ്പോൾ ഒരു 0 കൂടെ കൂടുതൽ വരുമെന്നല്ലേ ഉള്ളൂ. 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. വെസ്റ്റ് പോകുമ്പോൾ സമയം കുറയ്ക്കും, ഈസ്റ്റ് പോകുമ്പോൾ സമയം കൂട്ടും. അത് ഓർത്ത് വെക്കുക. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? 0 ഡിഗ്രി ബേസ് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻഡ് ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ്സ് ഏതൊക്കെയാണ്? വെസ്റ്റ് ആണോ ഈസ്റ്റ് ആണോ, ഈസ്റ്റുമാണോ തന്നിരിക്കുന്നത്, അത് നോക്കുക. ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ ലോജിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും ഏകദേശം സെയിം ആയിട്ടൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ പല ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. പല ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയെങ്കിൽ ഇത് തറവായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ഈ നമ്മൾ പറഞ്ഞ ഇത്രയും 3 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യന്. ഇനിയും ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിൻ്റെ ഓരോ വേർഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡ് സമയം തരുമെന്നേ ഉള്ളൂ. മെത്തേഡെല്ലാം തന്നെ സെയിം ആണ് വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ പോയി ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻസ് എന്താണ് എല്ലാം ചെയ്ത് നോക്കണം. ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാൽ ഈ 6 മാർക്സ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തില്ല. നല്ല വെയിറ്റേജ് ഉള്ള പോർഷനാണ്. സോ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. എല്ലാവർക്കും നന്ദി.